ഒരു കഥ സൊല്ലട്ടാ സാർ. കഥ കേൾക്കേണ്ടത് BJP-ക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കേൾപ്പിക്കണം. ആ കഥ ഇതാണ്. കർണാടകയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ MLA-മാരെ അമിത്ഷയും കൂട്ടരും റിസോർട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. പണവും അധികാരവും നൽകാമെന്ന് പറയുന്നു. ആദ്യഘട്ടമായ പണം നൽകുന്നു. മഹാരാഷ്ട്രയിലെ റിസോർട്ടിൽ കോൺഗ്രസിന്റെയും JDS-ന്റെയും MLA-മാരെ പാർപ്പിക്കുന്നു. ഒടുവിൽ രാഷ്ട്രീയ ചാണക്യനായ DK ശിവകുമാർ കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു. എല്ലാവർക്കും അറിയാവുന്ന കഥയാണെങ്കിലും ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെ അവസാനം മഹാരാഷ്ട്രയിലെ റിസോർട്ടിലേക്ക് ഉറക്കമൊഴിച്ചെത്തിയ DK ശിവകുമാറിനോട് റിസോർട്ടിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് മഹാരാഷ്ട്രയിലെ BJP സർക്കാരിന്റെ പോലീസ് പറയുന്നു. ഫട്നാവിസ് സർക്കാരിന്റെ പോലീസ് പറയുന്നു DK ശിവകുമാറിനോട് കടക്ക് പുറത്ത്. സ്വന്തം പാർട്ടിയിലെ MLA-മാരല്ലേ, കാണുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇനിയൊരു അടി മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഫട്നാവിസ് സർക്കാരിന്റെ പോലീസ് പറയുന്നു. അവസാനം DK ശിവകുമാറിനെ തളർത്താൻ വേണ്ടിയിട്ട് BJP-യുടെ പ്രവർത്തകരും നേതാക്കന്മാരും DK ശിവകുമാറിനെതിരെ തെറിയഭിഷേകം നടത്തുന്നു. ഒടുവിൽ ഫട്നാവിസ് സർക്കാരിന്റെ പോലീസ് DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ച് വിജയിച്ച MLA-മാരെ കാണാനാണ് അദ്ദേഹം വന്ന ഏക തെറ്റ്. അതിന്റെ പേരിൽ DK ശിവകുമാറിനെ ആട്ടിയോടിച്ച ഫട്നാവിസ് സർക്കാരെ ഒരു കഥ സൊല്ലട്ടാ സാർ. എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇന്ന് മഹാരാഷ്ട്രയിൽ? സ്വന്തം കൂടപ്പിറപ്പ് 35 വർഷത്തെ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ പറയുന്നു നിങ്ങളാണ് യഥാർത്ഥ ചതിയന്മാരെന്ന്. അമിത്ഷയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിങ്ങളോട് കടക്ക് പുറത്ത് പറയുന്നു. നിങ്ങളുടെ കൂടെ നിന്ന് ഇനി അധികാരം തന്നെ വേണ്ട എന്ന് ശിവസേന വെക്കുന്നു. കാലചക്രം തിരിഞ്ഞുകൊത്തുമെന്ന് പറഞ്ഞ DK ശിവകുമാറിന്റെ വാക്കുകളല്ലേ മഹാരാഷ്ട്രയിലെ ആ തിരിച്ചടി വിളിച്ചോതുന്നത്? ഒരു ജനനായകനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഇത്രത്തോളം പരിഹസിച്ച്, പ്രവർത്തകരെ കൊണ്ട് തെറി വിളിപ്പിച്ച്, ഒടുവിൽ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നാണം കെടുത്തി പോലീസ് വാഹനത്തിൽ തിരിച്ചയക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല, അദ്ദേഹം വന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, കാലചക്രം തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യുമെന്ന്. ആ തിരിഞ്ഞു കൊത്തലാണ് മഹാരാഷ്ട്രയിലെ BJP-യെ ഇന്ന് വേട്ടയാടിയിരിക്കുന്നത്. ഭൂരിപക്ഷം പോലും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ സർവേകളും എല്ലാ എക്സിറ്റ് പോളുകളും നിങ്ങൾക്ക് 200-ൽ കൂടുതലധികം സീറ്റുകൾ പറഞ്ഞിട്ട് പോലും നിങ്ങൾ അതിലെത്താത്തത് ആ പാവം മനുഷ്യന്റെ കണ്ണീര് തന്നെയാണ്. ആ പാവം മനുഷ്യന്റെ പക തന്നെയാണ് നിങ്ങളെ മഹാരാഷ്ട്രയിൽ നശിപ്പിച്ചത്. ഇത് DK-യാണ്, DK ശിവകുമാറാണ്. പകരം വീട്ടുക തന്നെ ചെയ്യും. ഇതോ ഒരു ഓർമ്മയായി BJP-ക്കാർക്ക് ഇരിക്കട്ടെ. ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.